ഹായ് അനുരാഗ്. ഹായ് നിമി. ആസ് എൻ ആർക്കിടെക്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലാസ്റ്റ് ഒരു 3 years ആയിട്ട് അതിൻ്റെയൊക്കെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഫാം ലാൻഡ് പ്രോജക്ട്സ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ഫാം ഹൗസുകളിലൊക്കെയാണ് അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു അധികം അങ്ങനെ ഞാൻ ആർക്കിടെക്ട്സിന് ഈ ഒരു ഫീൽഡിൽ അത്ര ഫോക്കസ് ചെയ്ത് പോകുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ നമ്മുടെ ഒരു കോൺവെർസേഷനിൽ നിന്നാണ് ഇത് നല്ലൊരു ടോപ്പിക്കാണല്ലോ എന്ന് എനിക്ക് തോന്നിയത്. കാരണം ഒത്തിരി ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് ഈ ഫാം ലാൻഡുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അതൊരു ട്രെൻഡിങ് ആണ്. ആളുകൾ കൂടുതലും ഫാം ലാൻഡുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതുപോലെ ഫാം ഹൗസുകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നു. അപ്പം അനുരാഗ് എനിക്ക് തോന്നുന്നു കൂടുതലും കർണാടക, കേരളം അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പോൾ ഈ ഫാം ലാൻഡ് പ്രോജക്റ്റുകൾ ഒത്തിരി ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ കസ്റ്റമേഴ്സ് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇപ്പം നമ്മുടെ ഒരു പോഡ്കാസ്റ്റിൽ ആദ്യമായിട്ടാണ് അനുരാഗ് വരുന്നത് അല്ലേ. അപ്പോൾ അനുരാഗിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ ഫസ്റ്റ്ലി താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ ഫോർ ദിസ് പോഡ്കാസ്റ്റ്. എൻ്റെ പേര് ആർക്കിടെക്ട് അനുരാഗ് കെ വസന്ത്, പ്രിൻസിപ്പൽ ആർക്കിടെക്ട് ഓഫ് കാദ ആർക്കിടെക്ട്സ്. നമ്മൾ ബേസ്ഡ് ഇൻ പനമ്പള്ളി നഗരമാണ്, കൊച്ചി. ആൻഡ് നിമി പറഞ്ഞ പോലെ തന്നെ ഫോർ ദ ലാസ്റ്റ് 3 years ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പ്രൊജക്ട്സ് ഫാം ലാൻഡ് പ്രൊജക്ട്സ് ആണ്. അതിൽ ഇൻഡിപെൻഡൻറ്റ് ഫാം ലാൻഡ്സും ഉണ്ട്, മാനേജ് ഫാം ലാൻഡ്സും ഉണ്ട്. സോ ബേസിക്കലി സ്റ്റാർട്ടിങ് ഫ്രം 1500 സ്ക്വയർ ഫീറ്റ് തുടങ്ങി 13,000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ബിൽഡിങ്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫാം ലാൻഡ് പ്രൊജക്ട്സ് മാത്രമല്ല, ഹോസ്പിറ്റാലിറ്റി, റിസോർട്ട് ബേസ്ഡ് ആൻഡ് റെസിഡൻഷ്യൽ കാറ്റഗറി ഓഫ് പ്രൊജക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ട് കർണാടക ആൻഡ് കേരള റീജിയൻസിൽ. ഇപ്പോൾ കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്താണെങ്കിലും ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ഈ ഫാം ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആക്ച്വലി ഫാം ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ എന്തുകൊണ്ടാണ് ആളുകൾ കൂടുതൽ ഇപ്പോൾ ഫാം ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത്? സോ ബേസിക്കലി ഫാം ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു പർച്ചേസ് ഓഫ് ആൻ അഗ്രികൾച്ചർ ലാൻഡാണ്. 2 രീതിയിലാണ് അതിൽ നിന്ന് നമുക്ക് റിട്ടേൺസ് കിട്ടുന്നത്. ഒന്ന് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ലോങ് ടേം ആയിട്ട് റൺ ചെയ്യുമ്പോൾ ലാൻഡിൻ്റെ റവന്യൂ കയറി വരുന്നതാണ് ഒരു ഇത്. രണ്ടാമത്തത് അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടാണ് അതിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുന്നത്. അതെ. സോ അതിൽ 2 തരമുണ്ട്. ഒന്നില്ലെങ്കിൽ യു ക്യാൻ വെയിറ്റ് ഫോർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ഒരാൾ ലോങ് ടേം ആയിട്ട് ആൾക്ക് വെയിറ്റ് ചെയ്യാം. അത് ലോങ് ടേം ഒരു 5 years 6 years 10 years മേ ബി വെയിറ്റ് ചെയ്തിട്ട് ആൾക്ക് അത് റീസെൽ ചെയ്യാം. സോ ആ രീതിയിൽ ഒരാൾക്ക് റിട്ടേൺസ് കിട്ടും. അത് ഇതെന്ന് പറയുന്നത് അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതെന്ന് പറയുമ്പോൾ യു ക്യാൻ ഡു എ പ്ലാന്റേഷൻ, യു ക്യാൻ ഡു Airbnb, ഏതൊരു തരത്തിലും നമുക്ക് അതിൽ നിന്നുള്ള റിട്ടേൺസ് കിട്ടും. സോ 2 രീതിയിലാണ് ഇതിലൊരു ഓപ്ഷൻ ഉള്ളത്. ആൻഡ് എന്തുകൊണ്ടാണ് ഇത് ഇത്ര ട്രെൻഡ് ആവുന്നതെന്ന് വെച്ചാൽ കോവിഡ് നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു. ടു ബി വിത്ത് നേച്ചർ ആൻഡ് ടു ബി ഫ്രീ. കുറേ കാര്യങ്ങൾ അതേപോലെ നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. സമാധാനമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് വരുന്നത്. സോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് വില്ലാസ് ആയിക്കോട്ടെ, ഏത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിക്കോട്ടെ, ആ ഒരു ലാൻഡ് മൊത്തം യൂട്ടിലൈസ് ചെയ്തിട്ട് ഒരു ബോക്സ്ഡ് കൈൻഡ് ഓഫ് ലിവിങ് ആണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് ലിവിങ് ശരിക്കും പറഞ്ഞാൽ കുറേ പേർക്ക് പോസിബിൾ അല്ല. ബാംഗ്ലൂർ എന്ന് പറയുന്ന സിറ്റി തന്നെ എടുത്ത് നോക്കുമ്പോൾ അവിടെ തീരെ ലാൻഡില്ല, വെള്ളമില്ല, ഒന്നുമില്ല. എല്ലാവരും ഫുൾ പൊല്യൂഷനിലും കാര്യങ്ങളിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹി പിന്നെ പറയേണ്ട ആവശ്യമില്ല, അവിടെ എക്സ്ട്രീം പൊല്യൂഷനാണ്. അതുകൊണ്ട് നമ്മൾ ഗവൺമെൻറ് സൈഡിൽ നിന്ന് ആയിക്കോട്ടെ, നമ്മളായിക്കോട്ടെ, ഏതൊരു ആസ് എൻ ആർക്കിടെക്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫാം ലാൻഡ് അല്ലെങ്കിൽ ഒരു ഓപ്പൺ സ്പേസ് ഓഫ് ലിവിങ് ആണ്. ആ ഒരു ഏരിയനെ മൊത്തത്തിൽ എടുത്തിട്ട് ഡെവലപ്പ് ചെയ്ത് എന്തായാലും മാറ്റുക എന്നുള്ളതല്ല അതിൻ്റെ മെയിൻ ഒരു ഇത്. സോ അതിൽ നിന്ന് എങ്ങനെ ഒരു സമാധാനപരമായ ജീവിതം കണ്ടെത്താം എന്നുള്ളത്. അതായത് ഇപ്പോൾ അനുരാഗ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പലരും ഇപ്പോൾ ഫ്ലാറ്റിൽ താമസിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര ഹെക്ടിക് ലൈഫ് സ്റ്റൈലിലുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ മാനേജ്ഡ് ആയിട്ടുള്ള ഫാം ലാൻഡുകൾ വാങ്ങിയിട്ട് അവർക്ക് വേണമെങ്കിൽ അത് ലാൻഡായിട്ട് തന്നെ കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ ഇതുപോലത്തെ ചെറിയ ഫാം ഹൗസുകളൊക്കെ ചെയ്തിട്ട് ഒരു വീക്കെൻഡ് ഗേറ്റ് വേ ഒക്കെ പോലെ നമ്മൾ അവിടെ പോയി ഫാമിലി ആയിട്ടൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത്, അതാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ ഇങ്ങനെ IT റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അല്ലേ, കൂടുതൽ ആൾക്കാർ അങ്ങനെ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ് ഇപ്പം ചിലവർക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ കൃഷിയിടങ്ങൾ ഉണ്ടാവും, അതവർ കൃഷിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വലിയൊരു ഫാം ഹൗസ് വെച്ചിട്ട് അങ്ങനെയും ഒരുപാട് ആൾക്കാർ എനിക്ക് തോന്നുന്നു ഇപ്പം സിറ്റിയിൽ നിന്ന് മാറിയിട്ട് താമസിക്കുന്ന ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. അനുരാഗേ, ഇപ്പം നമ്മളിങ്ങനെ ഈ ഒരു ഫാം ലാൻഡ് പ്രോജക്ട്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ബെനിഫിറ്റുകൾ എന്താണ്? അതുപോലെ തന്നെ ഇപ്പം ഏതൊക്കെ ലൊക്കേഷൻ ആയിരിക്കും ഒരു ഫാം ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊരു കസ്റ്റമർ നോക്കുമ്പോൾ ഏതൊക്കെ ആയിരിക്കും നമുക്ക് പ്രിഫേർഡ് ആയിട്ടുള്ള ലൊക്കേഷൻസ് വരുന്നത്? കീ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫാം ലാൻഡ്സിനെ പറ്റി പറയാൻ പറ്റുന്നത് 2 ടൈപ്പ് ഉണ്ട് മെയിൻലി. കൊമേഴ്ഷ്യൽ ബേസിസും നോൺ കൊമേഴ്ഷ്യൽ ബേസിസും. കൊമേഴ്ഷ്യൽ ബേസിസ് നോക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഫാം ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തു, മാനേജ്ഡ് ആയിക്കോട്ടെ, പേഴ്സണൽ ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ. സോ അതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കുക. ഒരു 10 years പോകുമ്പോഴും അതിന് ROI കൂടും. ബട്ട് അതിൻ്റെ ലൊക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഈ എറണാകുളം സിറ്റിയിൽ എടുക്കുന്ന ഒരു ലാൻഡും പാലയിൽ എടുക്കുന്ന ലാൻഡും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് റേറ്റ്സിലും കാര്യങ്ങളും. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും ഡിഫറെൻ്റ് ആണ്, ഭയങ്കര കുറവാണ്. സോ ഇവിടെ 1 acre മേടിക്കുന്ന പൈസ കൊണ്ട് അവിടെ അത്ര എന്തോരം എക്സ്ട്രാ മേടിക്കാൻ നമുക്ക് അറിയാം.
സോ അതേപോലെ നമ്മൾ ഫാം ലാൻഡ് മേടിക്കുമ്പോഴും ഈ ഒരു ലാൻഡ് അപ്രിസിയേഷൻ കൂടുന്തോറും നമുക്ക് റീസെൽ ചെയ്യാൻ പറ്റും. അതർ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുക എന്നുള്ളത്. ഫാം ലാൻഡ് എന്ന വാക്കിൻ്റെ പൊട്ടൻഷ്യൽ തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അതർ ബെനിഫിറ്റ്. അതായത് ഫോർ സേഫ് യു ക്യാൻ ഡു അഗ്രികൾച്ചറായിട്ട് അത് കൊണ്ടുപോകാം, കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ലാൻഡ് ലീസ് ഔട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫാം ലാൻഡ് Airbnb ബിസിനസ് അവിടെ തുടങ്ങാം. അത് പ്യൂർലി കൊമേഴ്ഷ്യൽ ആയിക്കോട്ടെ, അതല്ല ആ ഒരു ഫാം ലാൻഡിൽ തന്നെ ഉണ്ടാക്കുന്ന എല്ലാ പച്ചക്കറി വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ടൈപ്പ് ഓഫ് റിസോർട്ട് Airbnb കൈൻഡ് ഓഫ് അത് കൊണ്ടുപോകാം. 2 ടൈപ്പിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതിൽ നിന്ന് ചെയ്യാൻ പറ്റും. ലോങ് ടേം ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ 2 രീതിയുണ്ട്. ഒന്ന് റീസെൽ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ, അത് ഇസ് Airbnb ഫാം ലാൻഡിൻ്റെ കോർ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യുന്ന അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺസ്. സോ ആസ് ആൻ ആർക്കിടെക്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആ കോർ പൊട്ടൻഷ്യൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ടാണ്. അതിൽ നിന്നൊരു Airbnb സിസ്റ്റം പണിഞ്ഞ് അതിൽ നിന്നുള്ള ആ ഒരു ലൈഫ് സ്റ്റൈൽ ആൾക്കാരിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് കൂടുതൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ റിട്ടേൺ ഹൈ ആയിട്ട് കിട്ടുന്നത്. അതുപോലെ ഇപ്പം നമ്മൾ ഈ ഫാം ലാൻഡ് എന്ന് പറയുമ്പോൾ ഇപ്പം ചില കസ്റ്റമേഴ്സിനൊക്കെ ടെൻഷനായിരിക്കും ഇങ്ങനത്തെ പ്രോജക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ലീഗലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ബേസിക്കലി ആസ് എ ക്ലയൻറ്റിനോട് പറയുമ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ഫാം ലാൻഡാണ് അവർക്ക് വേണമെന്നുള്ളത് നോക്കണം. സോ ഫണ്ടുള്ള ഒരാളുണ്ടാവും, മേ ബി 25-1 crore ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടാവും, പക്ഷേ അയാൾക്ക് സമയം ഉണ്ടാവില്ല. സോ അതേപോലെയുള്ള ആൾക്കാർക്ക് പറ്റുന്നതാണ് മാനേജ് ഫാം ലാൻഡ്സ്. അതിന് അതേപോലെ പറ്റിയൊരു കമ്പനീസിനെ കണ്ടുപിടിക്കുക, റെപ്യൂട്ടഡ് ആയിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള കമ്പനീസ് പ്ലോട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുക, അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി കാര്യങ്ങൾ നോക്കുക. പിന്നെ മേടിക്കുന്ന ലാൻഡിൻ്റെ ലൊക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. മെയിൻലി നമുക്ക് ഏതൊരു സ്ഥലത്ത് ഏതെങ്കിലും കുന്നും പുറത്ത് പോയിട്ട് ഫാം ലാൻഡ്സ് ഇത് ചെയ്യാൻ പറ്റില്ല. ആക്സസ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ സറൗണ്ടിങ് അമ്യൂണിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ്. പിന്നെ എടുക്കുന്ന ലൊക്കേഷൻ ടൂറിസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ലാൻഡാണോ എന്ന് നോക്കണം, ഓറൽസ് ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ടോ. ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള ലൊക്കേഷൻസിൽ ഞാൻ പോയപ്പോഴുള്ള ടൈപ്പിലല്ല ഇപ്പോൾ കിടക്കുന്നത്. 16 ഹൈവേ വന്നു, ഡെവലപ്മെൻറ്റ്സ് വന്നു, കൊമേഴ്ഷ്യൽ സ്പേസസ് വന്നു. സോ റിട്ടേൺ ROI ഭയങ്കര ഹൈ ആയിട്ട് അവിടെ കയറിയിട്ടുണ്ട്. സോ ബേസിക്കലി എന്ത് ടൈപ്പാണ് വേണ്ടതെന്നുള്ളതാണ് നമ്മൾ ആദ്യം ചൂസ് ചെയ്യേണ്ടത്. ആസ് എ ക്ലയൻറ്റ് ഇഫ് യു ഹാവ്, ഞാൻ പറഞ്ഞല്ലോ 1 C ഉണ്ട്, ബട്ട് നിങ്ങൾക്ക് ടൈമില്ല, സോ യു ഗോ ഫോർ മാനേജ് ഫാം ലാൻഡ്സ്. ഓക്കെ. പക്ഷേ എന്നാലും ആ മാനേജ് ഫാം ലാൻഡ്സ് ചെയ്യുന്ന കമ്പനി ആൻഡ് ദ ലൊക്കേഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആക്സസ് മാത്രമല്ല, അടുത്തുള്ള അമ്യൂണിറ്റീസ് കാര്യങ്ങൾ എങ്ങനെയാണ് അപ്രൂവ്ഡ് ആണോ, എത്രത്തോളം നമുക്ക് പണിയാൻ പറ്റും. പിന്നെ ഒരു ഫാം ലാൻഡ് മേടിക്കുമ്പോൾ മെയിൻ ഒരു ഇതെന്ന് പറയുന്നത്, ശരിയാണ് നമുക്ക് ടാക്സ് ഫ്രീ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൽ നിന്ന് Airbnb പണിഞ്ഞാലും ഫാം ഹൗസ് പണിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു 1 acre ഓഫ് ലാൻഡ് മേടിച്ചിട്ട് അതിൽ നിന്ന് 10% ലാൻഡ് മാത്രമാണ് ലീഗലി ഫാം ഹൗസ് പണിയാൻ പറ്റുന്നത്. ഓക്കെ. സോ അതിൻ്റെ അപ്പുറം പണിയണമെങ്കിൽ അതൊരു ഫാം ഹൗസ് അല്ല, ഒരു ഫാം ലാൻഡ് അല്ല, അത് കൺവേർട്ടഡ് ടു റിസോർട്ടാണ്. ദാറ്റ് കൈൻഡ് ഓഫ് കൺവേർഷൻ ടൈം ടേക്കിംഗ് ആണ്. സോ ഇപ്പോൾ നിങ്ങളൊരു ഡെവലപ്പറിൻ്റെ അടുത്ത് പോവുകയാണ്, ഫാം ലാൻഡ് ഡെവലപ്പേഴ്സിൻ്റെ അടുത്ത് പോവുകയാണ്, അവർ നിങ്ങൾക്ക് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ട് ഇന്ന ടൈപ്പ് ഓഫ് ഡെവലപ്മെൻറ്റ് ഏത് എക്സ്റ്റെൻറ്റ് വരെ പോകാമെന്ന് പറയുകയാണെങ്കിൽ അത് റോങ് ആണ്. കാരണം പ്യുവർലി നിങ്ങളുടെ നീഡ് എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ടത്. ഒരിക്കലും ഒരു ക്ലയൻറ്റ് ഫാം ലാൻഡ് മേടിച്ചിട്ട് അപ്പം തന്നെ Airbnb പണിഞ്ഞ് അത് ലീസ് ഔട്ട് ചെയ്ത് കൊടുക്കണം എന്ന് ആരും പറയുന്നില്ല. അത് നീഡ് അവരുടെ ഇഷ്ടം അനുസരിച്ചിരിക്കും. അവർക്ക് അതിൽ നിന്നൊരു ഇൻകം വേണമെങ്കിൽ അവർക്കത് ചെയ്യാം അല്ലേ? ഈ നമ്മളിപ്പോൾ ഈ മാനേജ്ഡ് ഫാം ലാൻഡ് എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ബാംഗ്ലൂർ ആ ഏരിയയിലൊക്കെയാണ് കൂടുതൽ ഈ മാനേജ്ഡ് ഫാം ലാൻഡ്സ് ഉള്ളത്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ഏരിയ എടുത്തിട്ട് പ്ലോട്ടായിട്ട് തിരിച്ചു കൊടുക്കുന്ന പോലെ അവരിങ്ങനെ ഫാം ലാൻഡുകൾ തിരിച്ച് കൊടുക്കുന്നു. അതാണ് ഈ മാനേജ്ഡ് ഫാം ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മേടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം അനുരാഗ് പറഞ്ഞ പോലെ നമുക്ക് അവിടുത്തെ ഒരു ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്സ് അല്ലെങ്കിൽ അവിടെ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് ലീഗലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്കവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. അത് വേണമെങ്കിൽ ഫാം ലാൻഡായിട്ട് ഇടാം, അല്ലെങ്കിൽ നമുക്കവിടെ ഈ പറഞ്ഞ മാതിരി 10% നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിലുള്ളൊരു ഓപ്ഷൻ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഒരാൾക്ക് സ്വന്തമായിട്ടൊരു ലാൻഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പം മേ ബി ഒരു 1 acre 2 acre ലാൻഡ് ആൾക്ക് സ്വന്തമായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ലാൻഡുകളുള്ള ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വരാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഒരു സർവീസ്? ഫ്രം എൻഡ് ടു എൻഡ് സർവീസ് നമ്മൾ കൊടുക്കും. സോ ലാൻഡ് പ്ലാനിങ്, സോണിങ്, സൈറ്റ് സോണിങ് എല്ലാം എൻഡ് ടു എൻഡ് പ്ലാൻ ടു ദ കീ ഹാൻഡ് ഓവർ വർക്ക്സ് വരെ എന്ത് സർവീസാണ് നമ്മൾക്ക് വേണ്ടത്. അവർക്കൊരു ഫാം ഹൗസ്, സോ പറഞ്ഞ പോലെ തന്നെ 5 acre ഉള്ള ഒരാളോ 2 acre ഉള്ള ഒരാളോ ആൾക്കൊരു ഫാം ഹൗസ് പണിയണം. ഫ്രം ദ സ്ക്രാച്ച് ആ ലാൻഡ് ഡെവലപ്മെൻറ്റ് തുടങ്ങി ടു ദ ഫിനിഷ് വരെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. അതിനുള്ള സർവീസാണ് നമ്മൾ മെയിൻലി ചെയ്യുന്നത്. അപ്പോൾ അത് മാനേജ്ഡ് ആയിക്കോട്ടെ ഇൻഡിപെൻഡൻ്റ് ആയിക്കോട്ടെ ഏതൊരു ടൈപ്സിലും നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യും. ഓൾ അറൗണ്ട് സൗത്ത് ഇന്ത്യ നമുക്കത് പോസിബിൾ ആണ് ആസ് ഓഫ് നൗ. ടു സൗത്ത് ഇന്ത്യയിൽ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യണം എന്നുണ്ട് ആഗ്രഹമുണ്ട്. അത് പോസിബിൾ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. കൂടുതലും ഏതൊരു ഏരിയയിലാണ് ഫോക്കസ് ചെയ്യുന്നത്? നമ്മൾ കർണാടക ഏരിയാസിലാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. കേരളത്തിലോട്ട് ഈ ഒരു കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഭയങ്കരമായിട്ട് വന്നിട്ടില്ല. കുറച്ച് ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. ബട്ട് അവിടെ കുറച്ചും കൂടി ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഫാം ലാൻഡ്സ് ഭയങ്കര
നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം കുറച്ചും കൂടി സസ്റ്റൈനബിൾ ലിവിങ് ആണ് ഇപ്പോൾ നമുക്ക് പ്രൊമോട്ട് ചെയ്യേണ്ടത്. പോപ്പുലേഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹൈ ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൾട്ടിവേഷൻ അതിനനുസരിച്ച് കൂടുന്നില്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ട് ബെനിഫിറ്റ്. അതുപോലെ അനുരാഗ്, ഇപ്പോൾ നമ്മൾ ഒരാൾ ഫാം ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ് അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൽ? ഓക്കെ, മെയിൻലി ഒരു ഫാം ലാൻഡിലോട്ട് ആൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പം തന്നെ റിട്ടേൺസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. ഇത് ലോങ് ടേം പ്രോസസ്സാണ്. നമ്മളിപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് വരുന്നൊരു ഏരിയ ആയിക്കോട്ടെ, അതിന് അതിൻ്റേതായ ടൈം എടുക്കും. ഒരു ഡെവലപ്മെൻറ്റ് വന്ന് അതിൽ നിന്നുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ആ ലാൻഡിൽ ഏരിയയിൽ കിട്ടാനായിട്ടുള്ളത്. സോ മെയിൻലി ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഫാം ലാൻഡ് എന്ന് പറയുന്നത്. അതല്ല, ഇഫ് ഹി ഓർ ഷീ വാണ്ട്സ് പെട്ടെന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് റിട്ടേൺസ് വേണമെങ്കിൽ ഷുഡ് ഗോ ഫോർ ദറ്റ് Airbnb. അതാണ് അവരുള്ളൊരു ഓപ്ഷൻ. സോ ഫാം ലാൻഡ് മേടിച്ച് അപ്പം തന്നെ നമ്മൾ അതിൽ നിന്നുള്ള ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ ഇമ്മീഡിയറ്റ് റിട്ടേൺസ് അവർക്ക് 1 ഇയറിലൊക്കെ അവർക്ക് റിട്ടേൺസ് വന്നു തുടങ്ങും. ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ആസ് എ ആർക്കിടെക്ട് ഞങ്ങൾ കൊടുക്കുന്ന സർവീസ് എന്ന് പറയുന്നത് ഞങ്ങളൊരു 150 ഡേയ്സിലൊക്കെ ഒരു ഫാം ഹൗസ് പണിഞ്ഞു കൊടുക്കുന്നുള്ളതാണ്. ബിക്കോസ് വി ഹാവ് സ്പെഷ്യലൈസ്ഡ് ഇൻ സ്റ്റീൽ കൺസ്ട്രക്ഷൻ. അതാണ് നമ്മളുടെ ഒരു ബെനിഫിറ്റ്. അതൊക്കെ ഇത്ര ടൈമിനുള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റും. അതെ, തീർക്കാൻ പറ്റും. ഫുൾ കീ ആൻഡ് ഓവർ വർക്ക്സ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഡിപ്പെൻഡ്സ് ടൈപ്പ് ഓഫ് ഡിസൈനും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഏതൊരു ലാൻഡും ഫാം ലാൻഡ് ആക്കാൻ പറ്റില്ല. അതിൻ്റേതായ ലൊക്കേഷൻസും കാര്യങ്ങളും ഡെവലപ്മെൻറ്റ് ഏരിയാസും നോക്കണം. പിന്നെ അതുകൂടാതെ ഹിസ്റ്ററി ഓഫ് ലാൻഡ് നോക്കണം. കാരണം ക്ലൈമാറ്റിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് ഭാവിയിൽ വരാനുള്ള ഒരു ലാൻഡാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. വയനാട് ചൂരൽമലയിലുള്ള ഒരു ഇത് ഫ്രീ ആയിട്ട് 10 years അബോ അതിൻ്റെ സർവേ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളതാണ്. പ്രെഡിക്റ്റബിൾ ആയിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ. സോ ഏതെങ്കിലും ഒരു മലമുകളിൽ പോയിട്ട് അതൊരു ഫാം ലാൻഡാക്കി എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല. അതിൻ്റെ നോക്കണം, അതിൻ്റെ ക്ലൈമാറ്റിക്കൽ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കി സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എ പേഴ്സൺ അത് ക്ലിയർ ആയിട്ട് നോക്കുന്നുണ്ടാണ്. കാരണം ലോങ് ടേം ആണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാലും മുടക്കുന്ന എമൗണ്ടിനുള്ള റിട്ടേൺസ് അവർക്ക് കിട്ടണം. ആൻഡ് ഇറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ യു. കൊമേഴ്ഷ്യലി ലാൻഡ് റീസെൽ ചെയ്യാനാണോ അതോ അതിൽ നിന്ന് ഇൻകം കിട്ടാനുള്ളതാണെന്നോ കസ്റ്റമറിൻ്റെ ചോയ്സ് അനുസരിച്ചിരിക്കും. ആൻഡ് അതർ തിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കയ്യിൽ ക്യാഷ് ഉണ്ട് പക്ഷേ ടൈമില്ല. സോ നിങ്ങൾ സോളോ ആയിട്ട് ഒരു ലാൻഡ് മേടിക്കുന്നതും മാനേജ് ഫാം ലാൻഡ് മേടിക്കുന്നതും തമ്മിലുള്ള എൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഇഫ് യു ഗോയിങ് ഫോർ സോളോ ലാൻഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫാം ഹൗസ് പണിയണമെങ്കിൽ അതിൽ end-to-end കാര്യങ്ങൾ നിങ്ങൾ മാനേജ് ചെയ്യണം. ഫ്രം ദി സ്റ്റാഫ്സ്, അതിൻ്റെ കൾട്ടിവേഷൻ മാനേജ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ ചെയ്യണം. പക്ഷേ മാനേജ് ഫാം ലാൻഡിലോട്ട് പോകുമ്പോൾ ഡിഫറൻസ് ഇതാണ്, അവർക്ക് അത് മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സേഫ് സ്ഥലത്ത് അവർക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, ഇതിൻ്റെ റിട്ടേൺസ് കാര്യങ്ങളൊക്കെ പ്രോപ്പർലി കിട്ടും. മാനേജ് ചെയ്യാനായിട്ട് ഒരു ടീമും ഉണ്ടാവും. ഇതാണ് ഒരു മെയിൻ ഇത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗ്രൂപ്പിനെ നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അതിൽ നമുക്ക് എന്തൊക്കെ ലീഗൽ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ററിയുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ മുൻപത്തെ പേപ്പേഴ്സ് കറക്റ്റ് ആണോ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ട് വേണം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ. അതെ, പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫാം ഹൗസസ് പണിയാനായിട്ട് നമുക്ക് ലീഗലി സാങ്ഷൻ്റെ ആവശ്യമില്ല, ശരിയാണ്. പക്ഷേ ആ ഒരു ലാൻഡിന് പട്ടയോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് പ്രോപ്പർലി ചെക്ക് ചെയ്യണം. മാനേജ് ഫാം ലാൻഡ്സ് എടുക്കുമ്പോൾ അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ എല്ലാ ലീഗൽ സൈഡും അവരത് ചെയ്തു വെച്ചിട്ടുണ്ട്, ഒരു കമ്പനി. സോ എല്ലാ കമ്പനീസും അങ്ങനെയല്ല, പ്രോപ്പർ കമ്പനീസ് അത് ഫോളോ ചെയ്തിട്ടുണ്ടാവും. അതല്ലാതെ പട്ടയം ഇല്ലാത്ത ഭൂമികൾ കാര്യങ്ങളാണ് നിങ്ങൾ ഇൻഡിവിജ്വലി മേടിക്കുന്നതെങ്കിൽ അത് ഭയങ്കര ലീഗൽ ഇഷ്യൂസിലോട്ടേ പോവുള്ളൂ. കാരണം അത് ചെയ്യുന്ന ഓരോ ഡെവലപ്മെൻറ്റ് ഇല്ലീഗലായിട്ടേ വരുള്ളൂ. നമുക്ക് കൺസ്ട്രക്ഷൻ ഒന്നും പറ്റില്ല. കൺസ്ട്രക്ഷൻ ചെയ്താലും പിന്നെ അത് പ്രശ്നമായിരിക്കും, അത് ഭയങ്കര പ്രശ്നമായിരിക്കുള്ളൂ. സോ ഫോർ കൺസ്ട്രക്ഷൻ നിങ്ങൾ ഒരു ലാൻഡ് എടുത്ത് അപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു 1 acre എടുത്തിട്ട് എൻ്റെ ഏരിയ നിങ്ങളത് ഡെവലപ്പ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അത് നടക്കുന്ന കാര്യമില്ല. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ദാറ്റ് വിൽ കൺവേർട്ട് യുവർ റിസോർട്ട് കാറ്റഗറി. ആൻഡ് ഫോർ ദാറ്റ് കൺവേർഷൻ മോർ ദാൻ 2 years പ്ലസ് എടുക്കും. കൃഷിഭൂമി എപ്പോഴും കൃഷിഭൂമി ആയിരിക്കണം. അല്ലാതെ അതിൽ നിന്ന് മാറ്റി ഒരു വില്ല കൈൻഡ് ഓഫ് രീതിയിലോട്ട് കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ പോകുമ്പോൾ അത് ലീഗലി ഭയങ്കര പ്രോബ്ലംസ് ആയിട്ട് വരും. നമുക്ക് പല ക്ലയൻസും ഉണ്ട്. ഇപ്പോൾ ചെയ്യുന്ന പല ക്ലയൻസിന് ഇപ്പോൾ 10% പറ്റാതെ വരുന്ന ക്ലയൻസ് ഉണ്ട്. സോ അവർക്ക് നമ്മൾ അതിനനുസരിച്ചുള്ള സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കും. സോ ലീഗലി ഏരിയാസിൽ പെടാത്ത രീതിയിൽ ഡിസൈൻ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് പരമായിട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ പറയും. പക്ഷേ ആ ഒരു ബിൽഡിംഗ് 10% ഉള്ളിൽ നിന്നില്ല എങ്കിൽ യുവർ ലാൻഡ് ഇസ് ഡിഫറെൻറ്റ്. അത് ഒരു ഫാം ലാൻഡ് എന്നുള്ളത് മാറും. അത് ഉറപ്പായിട്ടും ആ കൺവേർഷൻ കിട്ടാൻ ഭയങ്കര ടൈം എടുക്കും. ഫാം ലാൻഡ് എന്ന് പറയുന്നൊരു സിസ്റ്റമാണ് എല്ലാവരും പ്രൊമോട്ട് ചെയ്യുന്നത്, ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നത്, ഞങ്ങളും പ്രൊമോട്ട് ചെയ്യുന്നത്. ബിക്കോസ് ആ ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് ഇനി ഫ്യൂച്ചറിലോട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കൊമേഴ്ഷ്യലൈസ് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നടക്കട്ടെ, പക്ഷേ അതിൻ്റെ സൈഡിൽ കൂടെ ഗ്രീനറിയും കാര്യങ്ങളും പോകണം. സസ്റ്റൈനബിൾ ലിവിങ് ഇല്ല എങ്കിൽ ആർക്കും ജീവിച്ചു പോകാനായിട്ട് പറ്റില്ല. ഫാം ലാൻഡ് കൈൻഡ് ഓഫ് സിസ്റ്റമാണ് നമുക്ക് ഇനി ഫ്യൂച്ചറിലോട്ട് വേണ്ടത്. ഫോർ എ പീസ് ഓഫ് മൈൻഡ്, ഹാപ്പി ലിവിങ്, എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ. ഇപ്പം നമ്മൾ ഈ ഫാം ലാൻഡുകളെ കുറിച്ച് പറയുമ്പോൾ ഈ ഫാം ലാൻഡിൽ നമുക്ക് എന്തൊക്കെ ടൈപ്പ് കൺസ്ട്രക്ഷൻ പോസിബിൾ ആണ്? നമ്മളൊരു ഫാം ലാൻഡ് എടുക്കുമ്പോൾ
അതിൽ നമുക്ക് അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ പോസിബിൾ ആണ്. ആൻഡ് ലിവിങ് സ്പേസ് ബിൽഡ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ. സോ ഒരു 10 ഏക്കറുള്ള ഫാം എടുക്കുക. ഓക്കെ. സോ അതിൻ്റെ ഒരു 10% എന്ന് പറയുന്നത് 3 ഏക്കറാണ്. സോ ആ ഒരു ലാൻഡ് ഏരിയയിൽ നമുക്ക് ഫാം ഹൗസ് പണിയാം. അത് കൂടാതെ ആ ഒരു ലിമിറ്റേഷനിൽ നിൽക്കുന്നില്ല. ഇത്രയും ഒരു ഏക്കർ മേടിക്കുന്ന ഒരാൾക്ക് ആ ഒരു ഏരിയയിൽ മാത്രം ബിൽഡിംഗ് പണിയാൻ പറ്റുള്ളൂ, വേറൊരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നില്ല. സോ ബാലൻസ് ഉള്ള പോർഷൻസിൽ ആൾക്ക് ഫാമിംഗ് ബേസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനും ചെയ്യാൻ പറ്റും. ഓക്കെ. അതെന്ത് ഈ ഫാമിംഗ് ബേസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ? അതായത് പശു തൊഴുത്ത്, അങ്ങനത്തെ കാര്യങ്ങൾ, ഫോർ ദ നീഡ്സ് ഓഫ് മെഷീൻസ് കാര്യങ്ങളെല്ലാം വെക്കുന്നത്. ഫാമിംഗ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാമിംഗ് ഉണ്ടല്ലോ. കോഫി പ്ലാന്റേഷൻസ് ഉണ്ട്, തെങ്ങിൻ തോപ്പുകളുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാം ലാൻഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതിൻ്റെ നീഡഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ അവിടെ അവർക്ക് ചെയ്യാൻ പറ്റും. അത് പോസിബിൾ ആണ്, ലീഗലി അത് പോസിബിൾ ആണ്. ലിവിങ് സ്പേസ് ആയിട്ട് ഒരു കൊമേഴ്ഷ്യലൈസ് ചെയ്ത് ആ ഒരു 10% എബവ് പോകുമ്പോഴാണ് ഇതിന് ഇഷ്യൂസ് വരുന്നത്. സോ ഞാൻ ആസ് എൻ ആർക്കിടെക്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ഫാം ഹൗസ് ഓണർ ആണെങ്കിൽ ആളൊരു ഫാം ഹൗസ് ആ ഒരു 10% പണിയുകയും അത് കൂടാതെ കൾട്ടിവേഷൻ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കൾട്ടിവേഷൻ പ്രൊമോട്ട് ചെയ്താൽ അവിടോട്ട് വരുന്ന കസ്റ്റമേഴ്സ് ആ ഒരു ലൈഫ് സ്റ്റൈലിനെ തേടിയായിരിക്കും വരുന്നത്. സോ എനിക്ക് പ്രീവിയസിലൊരു ക്ലയൻറ്റ് ഉണ്ടായി, IT ബേസ്ഡ് ആളായിരുന്നു, 30 years IT ഫീൽഡിലായിരുന്നു. സോ ആളുടെ എല്ലാ സേവിങ്സും എടുത്തിട്ട് ആളുടെ വൈഫും കൂടെ സർഗൂരം എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ 10 ഏക്കർ മേടിച്ചു. അവിടെ പുള്ളി ഒരു ഫാം ഹൗസ് പണി. ആൻഡ് ഡ്യൂറിങ് കോവിഡ് ടൈം ആണല്ലോ ഈ ഒരു പീക്കായിട്ട് ആൾക്കാർ സസ്റ്റൈനബിൾ ലിവിങ് കാര്യങ്ങളിലോട്ട് ഭയങ്കരമായിട്ട് പോയത്. സോ അത് കഴിഞ്ഞിട്ടുള്ള ടൈമിൽ ആ ഒരു പീക്ക് ടൈമിലാണ് പുള്ളി പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് കൾട്ടിവേഷൻ അവിടെ ചെയ്തു. തെങ്ങ്, മാങ്ങ, എല്ലാ ടൈപ്പ് ഓഫ് റോ നല്ല വെജിറ്റബിൾസ് കാര്യങ്ങളായിട്ട്. ദെൻ ഹി ബിഗാൻ ടു പ്രൊമോട്ട് ദാറ്റ് ലിവിങ്. സോ അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ആ ഒരു ടൈപ്പ് ഓഫ് കൾട്ടിവേഷൻ എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കും. റാദർ ദാൻ യൂസിങ് ദിസ് നോർമൽ വളവും കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്, ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, ആ കൾട്ടിവേഷൻസ് എങ്ങനെ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് പ്രോപ്പർലി മാനേജ് ചെയ്യുന്ന പ്ലാന്റ്സ്, അങ്ങനത്തെ ലിവിങ്ങിലോട്ട് കൊടുത്തു. സോ ഒരു ഫാം ഹൗസിൽ പോകുന്ന ഒരാൾക്ക് എപ്പോഴും വേണ്ടത് ആ ഒരു റൂം സ്പേസിൽ മാത്രം നിൽക്കാനായിട്ടുള്ള, അത് ഓൾറെഡി അവരുടെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് സ്പേസസിൽ അവർക്കുണ്ട്. സോ ആ ഒരു ടൈപ്പ് ഓഫ് ലിവിങ് ആണ് ആൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അതെ, എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് പുള്ളി പ്രൊമോട്ട് ചെയ്ത് ആൻഡ് ഈസ് ഗെറ്റ് കസ്റ്റമേഴ്സ് അക്കോർഡിംഗ് ടു ദാറ്റ്. പുള്ളി ആ ഒരു ഫുള്ളി എൻ്റെ IT എന്ന് വിട്ടിട്ട് ഇപ്പോൾ ആ ഒരു ബിസിനസ്സിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. ആസ് എ ബിസിനസ് എല്ലാ ആൾ കാണുന്നത് ആ ഒരു ലിവിങ്, ആ ഒരു സസ്റ്റൈനബിൾ കാര്യങ്ങൾ, അതെ, ആ ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റം ബാക്കിയുള്ളവരിലോട്ട് എത്തിക്കണം എന്നുള്ളതാണ് പുള്ളി വിചാരിക്കുന്നത്. സോ ആ ഒരു ടൈപ്പ് ഓഫ് സിസ്റ്റമാണ് നമ്മളെപ്പോഴും ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. ഏതൊരു ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ അവിടെ പോസിബിൾ ആണ് ഫോർ ദ അഗ്രികൾച്ചർ പർപ്പസ്. ഓക്കെ. അതായത് നമുക്കിപ്പോൾ കോൺക്രീറ്റ് കൺസ്ട്രക്ഷനും പറ്റും, സ്റ്റീൽ കൺസ്ട്രക്ഷൻ, അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ പെട്ടെന്ന് 2 മാസം 3 മാസം കൊണ്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വീടുകളൊക്കെ, അങ്ങനത്തെ എല്ലാ കൺസ്ട്രക്ഷൻ നമുക്ക് അവിടെ പോസിബിൾ ആണ്. എല്ലാ കൺസ്ട്രക്ഷൻ പോസിബിൾ ആണ്. ഈ 10% ഓഫ് ലാൻഡിൽ നിങ്ങൾ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലീഗലി സാങ്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇഫ് ഇറ്റ്സ് എ ഫാം ഹൗസ്, അതല്ല ഒരു മൾട്ടി സ്റ്റോറി റിസോർട്ടോ കാര്യങ്ങളാണെങ്കിൽ കൺവേർഷൻ എടുക്കണം, ലീഗൽ സാങ്ഷന് കാര്യങ്ങളും വേണം. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് ടൈമില്ല, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളിൽ 1 ഇയറിനുള്ളിൽ അവർക്ക് അതിൽ നിന്ന് റിട്ടേൺസ് കിട്ടണം എന്നുള്ള ഒരാളാണെങ്കിൽ യു ഷുഡ് ഗോ ഫോർ പ്രീഫാബ് കൺസ്ട്രക്ഷൻ. പ്രീഫാബ് കൺസ്ട്രക്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ ഒരു മിനിമം അണ്ടർ 6 months യു ക്യാൻ ഗെറ്റ് ഹാൻഡ് ഓവർ വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് യൂസബിൾ സ്പേസ് ആയിട്ട് കിട്ടും. അതാണ് സ്റ്റീൽ കൺസ്ട്രക്ഷൻ്റെ ബെനിഫിറ്റ്. കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ചാൽ അത് രണ്ടും സേഫാണ്, രണ്ടും ഓക്കെ ആയിട്ടുള്ള കൺസ്ട്രക്ഷനാണ്. ആൾക്കാരുടെ മെയിൻ കൺസേൺ എന്ന് പറയുന്നത് സ്റ്റീലിലോട്ട് പോകുമ്പോൾ തുരുമ്പിക്കും, സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. മെയിൻലി അതിനുള്ള സെയിം സ്ട്രക്ചർ, സെയിം ക്വാളിറ്റിയാണ്, ആകെ ഒരു ഡിഫറൻസ് ഉള്ള ടൈം ടേക്കണാണ്. പ്രീഫാബ് എന്ന് പറയുന്നത് പെട്ടെന്ന് അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങൾ തീരും. കോൺക്രീറ്റ് വിൽ ടേക്ക് ടൈം ബിക്കോസ് അതിന് ക്യൂറിങ് ടൈം ഉണ്ട്, സ്റ്റീലിന് ക്യൂറിങ് ടൈം ഇല്ല. അതാണ് അതിൻ്റെ ഒരു കീ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ആൻഡ് ഡിഫറൻസ്. ആൻഡ് ഒരു 1 ഇയറിനുള്ളിൽ റിട്ടേൺ കിട്ടുന്ന ഒരാൾ ഷുഡ് ഗോ ഫോർ സ്റ്റീൽ കൺസ്ട്രക്ഷൻ. കാര്യങ്ങൾ അതാണ് അതിൻ്റെ ഒരു സ്പീഡിൽ കിട്ടുന്നത്. കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ ചെയ്യാം, സ്റ്റീലും ചെയ്യാം, ഡിപ്പെൻസ്. ഇൻഡിപെൻഡൻറ്റ് ഫാം ലാൻഡിൽ ഇതിൽ നിന്ന് റിട്ടേൺസ് എത്രയും പെട്ടെന്ന് കിട്ടണ്ട എന്നൊരാൾ സ്ലോലി ആൾക്ക് ആ ഒരു ഫാം ലാൻഡ് ലിവിങ് ഡെവലപ്പ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ഗോ ഫോർ കോൺക്രീറ്റ് ഓർ എനി കൺസ്ട്രക്ഷൻ. അത് ആളുടെ ചോയ്സ്, ക്ലയൻറ്റിൻ്റെ ചോയ്സാണ്. എങ്ങനെയാണെങ്കിലും നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം, എങ്ങനെ ചെയ്യാൻ പറ്റും. വി വിൽ ഡു ബോത്ത്. സ്റ്റീലും ചെയ്യുന്നുണ്ട്, കോൺക്രീറ്റും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ബാംഗ്ലൂർ ചെയ്തിട്ടുള്ള 13,000 square feet ഫുള്ളി പ്രീഫാബാണ്. അത് ഓൾമോസ്റ്റ് 6 BHK ഉണ്ട്. ട്രഡീഷണൽ ഡിസൈൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതൊരു പേഴ്സണൽ ഇൻഡിപെൻഡൻറ്റ് ഫാം ഹൗസാണ്. പക്ഷേ മാനേജ് ഫാം ലാൻഡ് ചെയ്തിട്ടുള്ളത് മെജോറിറ്റി സ്റ്റീലാണ്. ബിക്കോസ് അത് പ്യുവർലി കൊമേഴ്ഷ്യലാണ്. കൊമേഴ്ഷ്യൽ കാര്യങ്ങളിലോട്ട് പെട്ടെന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചു കിട്ടണം എന്നുള്ള ആൾക്കാർ ഷുഡ് ഗോ ഫോർ ദിസ് കൺസ്ട്രക്ഷൻ. അനുരാഗ്, അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ക്വസ്റ്റ്യൻ.
ഇപ്പം നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റ് കണ്ടിട്ട് ഒരാൾക്ക് തോന്നുകയാണ് ഓക്കെ എനിക്ക് കുറച്ചധികം ഫാം ലാൻഡ് ഉണ്ട്, കുറച്ചധികം ഏരിയ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇപ്പം അനുരാഗ് പറഞ്ഞ പോലെ അവിടെ ഒരു 10% ഒരു ഫാം ഹൗസ് ഇങ്ങനെ സെറ്റ് ചെയ്യണം തോന്നുകയാണെങ്കിൽ എന്തൊക്കെ സർവീസസ് ആയിരിക്കും നമ്മൾ അവർക്ക് കൊടുക്കാൻ പറ്റും? സോ അങ്ങനെ വരുന്നൊരു ക്ലയൻറ്റ് ഇപ്പോൾ എത്ര ആയിക്കോട്ടെ, ആൾക്കൊരു ഏരിയ പേഴ്സണൽ ആയിക്കോട്ടെ, അല്ല ഡിവൈഡ് ചെയ്ത് വിൽക്കണമെന്നായിക്കോട്ടെ, അവർക്ക് രണ്ടുപേർക്കും ഇനീഷ്യലി ആ ഒരു സൈറ്റ് സ്റ്റഡി തുടങ്ങി ടു ദ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. അത് ലേ ഔട്ട് ആയിക്കോട്ടെ, പ്ലാനിങ്, MEP സിസ്റ്റംസ്, ബിൽഡിംഗ്, ടൈപ്പ് ഓഫ് ഡിസൈൻസ്, കാര്യങ്ങളെല്ലാം ഫുൾ ടു എൻഡ് സർവീസ് ഇൻക്ലൂഡിങ് ദ ഇൻറ്റീരിയർ നമ്മൾ ചെയ്തു കൊടുക്കും. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഫാം ഹൗസ് പണിയുന്ന ഒരാളാണ്. സേ ആൾക്കൊരു 300 ഏക്കർ ഉണ്ട്, അല്ലെങ്കിൽ 25 ഏക്കർ മാത്രം ഫാം ഹൗസ് പണിഞ്ഞാൽ മതി. സോ ആ ഒരു ഏരിയയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു ടോട്ടൽ ഡിസൈൻ ഇൻക്ലൂഡിങ് ദ ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ, ഇൻറ്റീരിയർ ആൻഡ് ദ ലാൻഡ്സ്കേപ്പിംഗ് ആയിട്ടുള്ള ഒരു എൻഡ് സർവീസ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. എല്ലാം ഇൻക്ലൂഡഡ് ആയിക്കുള്ളൂ. ആൻഡ് അതർ തിങ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നുള്ളത്. ഈ സെയിം ആൾക്ക് ഈ 25 ഏക്കേഴ്സ് ആൾക്ക് കൊമേഴ്ഷ്യലൈസ് ചെയ്ത് വിൽക്കാൻ പറ്റണം. സോ അതിൽ വേറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് പോലെയല്ല, അതിൽ കുറേ MEP സൈഡ് ചെയ്യാനുണ്ട്, ഇലക്ട്രിക്കലിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്, പ്ലംബിങ് ചെയ്യാനായിട്ടുണ്ട്, ആൻഡ് റോഡ് സിസ്റ്റം ചെയ്യാനായിട്ടുണ്ട്, ലേ ഔട്ട് പ്ലാനിങ് ചെയ്യാനായിട്ടുണ്ട്, സോണിങ്സ്, ആ ഒരു മേജർ കോർ. ഇപ്പോൾ ഒരു ഫാം ലാൻഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കും, വില്ല വിൽക്കുന്ന പോലെയല്ല, അതിൻ്റെ കോർ റിസോർട്ട്, അതിൻ്റെ മെയിൻ ഓഫീസ് സ്പേസസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇവിടെ വരും. ആ ഒരു സോണിങ്, അതും അതിൻ്റെ ബിൽഡിംഗ്, കൺസ്ട്രക്ഷൻ എല്ലാം എൻഡ് ആയിട്ട് നമ്മളത് ചെയ്ത് കൊടുക്കുന്നതാണ്. സോ രണ്ട് നീഡാണ്, ഡിപ്പെൻഡ്സ് ഓൺ ക്ലയൻറ്റ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഒരു ആൾ ഒരു ക്ലയൻറ്റ് നമ്മൾ വിളിക്കുകയാണ്, സേ എനിക്കൊരു 50 lakhs എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്നുണ്ട്, പക്ഷേ എവിടെ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്നറിയില്ല. അങ്ങനെ കൺഫ്യൂഷനുള്ള കുറേ ആൾക്കാരുണ്ട്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിക്കോട്ടെ, കേരളത്തിൽ നിന്നായിക്കോട്ടെ, എവിടെ നിന്ന് ആയിക്കോട്ടെ. സോ അവർക്ക് നമ്മൾ തന്നെ ഇപ്പോൾ മാനേജ് ചെയ്യുന്ന കുറേ ഫാം ലാൻഡ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലായിട്ട്, ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള കോഫി പ്ലാന്റേഷൻ ഉള്ളതുണ്ട്, തെങ്ങിൻ തോപ്പുകളുണ്ട്, നോർമൽ വാലി സ്പേസസിലുള്ളതുണ്ട്, പ്യുവർ മൗണ്ടൻ ഏരിയസിലുള്ളവരുണ്ട്. സോ അതിൽ ആളുടെ നീഡ് അനുസരിച്ച്, ബഡ്ജറ്റും അനുസരിച്ച് നമുക്കത് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഡിപ്പെൻഡ്സ് എൻ്റെ ക്ലയൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആണോ, കൊമേഴ്ഷ്യൽ ആണോ, അത് സോളോ പേഴ്സൺ ആണോ, എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക് യു അനുരാഗ്. എനിക്ക് തോന്നുന്നു ഈ ഫാം ലാൻഡ് എന്ന് പറയുന്നത് ഒരു ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു സാഹചര്യമാണത് അല്ലേ? ഫാം ലാൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫാം ഹൗസുകൾ, അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി കൂടുതൽ നമ്മളുടെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അടുത്ത സെക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു നിമ്മി. കാരണം നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ കൂടെ തന്നെ ക്ലയൻസിൻ്റെതായ കുറേ ഡൗട്ട്സ് ഡിസ്കസ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കുറേ കാര്യങ്ങൾ നമ്മളിവിടെ ഫാം ലാൻഡ് ബേസ്ഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ലീഗലായിക്കോട്ടെ, ഏതൊരു സൈഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഇൻ ഫ്യൂച്ചർ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളുമായിട്ട് നമുക്ക് ഭാവിയിലും പോഡ്കാസ്റ്റ് ചെയ്യാൻ പറ്റട്ടെ. നമ്മുടെ ഫാം ലാൻഡ്സിൻ്റെ പറ്റി ഇനിയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയും ചെയ്യാൻ പറ്റട്ടെ. യെസ്, താങ്ക് യു.